ഹലോ ഹായ് നമസ്കാരം. ഒരു ദിവസം ഒരു അനൗൺസ്മെന്റ് വരുന്നു. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്നു. നായകനോ നമ്മുടെ മോഹൻലാൽ. സിനിമയുടെ പേരായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്, ലൂസിഫർ. ആ പേര് വന്നതോ അന്തരിച്ച രാജേഷ് പിള്ളയും മുരളി ഗോപിയും ഒരുമിച്ച് ചെയ്യാനിരുന്ന സിനിമയുടെ പേര് ലൂസിഫർ. തന്റെ ചിത്രത്തിന് കൂടുതൽ ചേരുന്നത് ആ പേരായിരുന്നു എന്നതുകൊണ്ടാണ് ആ പേര് ഉപയോഗിച്ചതെന്നാണ് പൃഥ്വിരാജ് പിന്നീട് ഇന്റർവ്യൂകളിൽ പറഞ്ഞത്. ലൂസിഫർ എന്ന പേര് ചെകുത്താനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതും സിനിമ അനൗൺസ് ചെയ്തത് ഒടിയൻ മേക്ക് ഓവറിന് മുമ്പായതുകൊണ്ടും കട്ടത്താടിയിൽ ഒരു സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന ലാലേട്ടന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ അനൗൺസ്മെന്റ് വന്നത്. വല്ലാത്തൊരു ഡെവിളിഷ് വൈബായിരുന്നു ആ ലുക്ക്. ഒടിയന് ശേഷം വരുന്നുകൊണ്ടാവാം ഇന്റർവ്യൂകളിലുള്ള ചോദ്യങ്ങളിലെല്ലാം ഇതൊരു ചെറിയ സിനിമയാണ്, കുഞ്ഞു സിനിമയാണ് എന്നൊക്കെയാണ് പൃഥ്വിരാജ് പറഞ്ഞിരുന്നത്. പക്ഷേ അതൊരു പുകമറ മാത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് റിലീസിന് ഒരാഴ്ച മുമ്പ് ഇറങ്ങിയ ട്രെയിലർ കണ്ടപ്പോഴായിരുന്നു. ഒരു ആറ്റം ബോംബ് ട്രെയിലർ തന്നെയായിരുന്നു അത്. അത് കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്തായാലും കാണുമെന്ന്. സിനിമയുടേതായി വന്ന ക്യാരക്ടർ പോസ്റ്റേഴ്സും സിനിമയിലേക്കുള്ള ഹൈപ്പ് കൂട്ടി. ലാലേട്ടന്റെ പോസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റർ കൂടി കാത്തിരുന്ന നിമിഷത്തിൽ പൃഥ്വിരാജ് സെയ്ദ് മസൂദ് എന്ന ക്യാരക്ടർ പോസ്റ്റർ വന്നതോടുകൂടി ഹൈപ്പ് ഡബിളായി. അങ്ങനെ 2019 മാർച്ച് 28 തിങ്ങി നിറഞ്ഞ ഒരു തിയേറ്ററിനുള്ളിൽ സിനിമ തുടങ്ങിയായി. ലൂസിഫർ ഡയറക്ടഡ് ബൈ പൃഥ്വിരാജ്. ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലായി പൃഥ്വിരാജ് പണിയറിയാവുന്ന ഒരാളാണ്. അജാതി ഓപ്പണിംഗ് സീക്വൻസ് ആയിരുന്നു ഫിലിമിന്റെ. തുടർന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കുറിച്ചുള്ള വിവരണങ്ങൾക്കിടയിലൂടെയുള്ള ഒരു നോർമൽ ഇൻട്രോ. അത് കഴിഞ്ഞ് ഹൈറേഞ്ചുകാർക്ക് പുള്ളി ആരായിരുന്നു എന്ന് കാണിച്ചു തരുന്ന ടൈറ്റിൽ കാർഡും. ഇനിയാണ് തിയേറ്റർ പൂരപ്പറമ്പാക്കിയ ആ സെക്കൻഡ് ഇൻട്രോ. എന്റെ പൊന്നോ, കിഡിലോസ്കി ഐറ്റം. ആ സ്ലോ മോഷനിൽ നടന്നു വരുന്ന വരവും ചുറ്റുമുള്ള ആൾക്കാരും ശരിക്കും സത്യത്തിൽ ഒരു സിംഹം നടന്നു വരുന്ന ഒരു ഫീലായിരുന്നു ആ സീൻ. പിന്നീട് തിയേറ്റർ മുഴുവൻ കയ്യടിയോടെ ആഘോഷിച്ചൊരു നിമിഷം എന്ന് പറയുന്നത് സിനിമയിലെ ആദ്യത്തെ ഫൈറ്റ് സീക്വൻസ് ആണ്. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്ന ഡയലോഗിന് ശേഷം വരുന്ന ആ നാടൻ തല്ലും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന തമിഴ് പാട്ടും. അത് തമിഴ് പാട്ടാണെന്ന് മനസ്സിലായത് ഫൈറ്റ് തുടങ്ങി കുറെ കഴിഞ്ഞിട്ടാണ്. അത്രയും കയ്യടിയും ബഹളമായിരുന്നു തിയേറ്ററിൽ. അടിപൊളിയായിരുന്നു ആ സീൻ. പിന്നെ രാജപുത്രന്റെ വരവോടെ സിനിമ ഇന്റർവെൽ എത്തുകയാണ്. ടൊവിനോയുടെ വരവോടുകൂടി സിനിമയുടെ ലെവല് ഒന്നുകൂടി ഒന്ന് ഉയർന്നു. മുണ്ടുടുക്കാൻ അറിയാതെ, മലയാളം സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന ഡയലോഗ് അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ കയ്യടിയുടെ ബഹളമായിരുന്നു ടൊവിനോക്ക് ആ ഡയലോഗിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ ഇന്റർവെലിന് ശേഷം വരുന്ന ജയിലിലെ 2 സീക്വൻസ്. ഒന്ന് ഫൈറ്റ് സീൻ, ബാലയായിട്ടുള്ള ഫൈറ്റ്, ലാലേട്ടന്റെ അടിപൊളി ഫൈറ്റ് ആയിരുന്നു ആ ഫിലിമിൽ. പിന്നെ രണ്ടാമത് വരുന്നത് നമ്മുടെ സായി കുമാറായിട്ടുള്ള ഒരു ഡയലോഗ്, തന്റെ തന്തയല്ല എന്റെ തന്ത. ഓ, തിയേറ്ററിൽ ഇതിലൊക്കെ കൈയടിച്ച് ആവേശം കൊണ്ടതിനൊന്നും കയ്യും കണക്കുമില്ല. പിന്നെ ക്ലൈമാക്സിലെ ആ ഹിന്ദി സോങ്ങിന്റെ അകമ്പടിയോട് കൂടിയുള്ള ബ്ലാക്ക് ഡ്രസ്സിലുള്ള സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ വരവും സെയ്ദ് മസൂദിന്റെ ആക്ഷൻസും അതും കൂടിയായപ്പോൾ ക്ലൈമാക്സ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഫീലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ വരുന്നട മഞ്ഞുമലകൾക്കിടയിലൂടെ ഒരു റൺവേ തെളിഞ്ഞത്. അവിടെ ഒരു ഹെലികോപ്റ്റർ വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നും നമ്മുടെ നായകൻ ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് സെയ്ദ് മസൂദ് ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. ആ ഫോൺ ചെവിയോട് ചേർത്തിട്ട് അദ്ദേഹം പറയുകയാണ്, അബ്രാം ഖുറേഷി അബ്രാം. ആ ഒരു ടൈലന്റ് സീനോട് കൂടി കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ലൂസിഫർ എന്ന സിനിമ കണ്ടപ്പോൾ തിയേറ്ററിൽ നിന്നും കിട്ടിയത്. പിന്നീട് 2ഉം 3ഉം തവണ തിയേറ്ററിൽ നിന്ന് തന്നെ ലൂസിഫർ കണ്ടു. ആദ്യത്തെ കാഴ്ചയിൽ കയ്യടിയുടെയും ആർപ്പുവിളികളുടെയും ഇടയിൽ മിസ്സായ ഡയലോഗ്സ് രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ കണ്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നീട് OTTയിൽ കണ്ടു, ഒരുപാട് തവണ കണ്ടു ലൂസിഫർ. ഇതാ ഇപ്പോൾ ആ ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗം എമ്പുരാൻ അടുത്ത ദിവസം റിലീസാവുകയാണ്. അത്രയും എക്സൈറ്റ്മെന്റിലാണ് ഈ സിനിമ കാണാനായി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ലൂസിഫറിൽ നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയാണ് കണ്ടതെങ്കിൽ എമ്പുരാനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഖുറേഷി എബ്രാമിന്റെ കഥയാണ്. അപ്പോൾ മാർച്ച് 27 ഖുറേഷി എബ്രാമിന്റെ ലോകം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതാണ് ലൂസിഫർ എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ. നിങ്ങൾ ലൂസിഫർ കണ്ട അനുഭവങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.